ഇന്ന് ആർക്കും എന്തും എങ്ങനെയും വിളിച്ചു പറയാം. എന്ത് തോന്നിയാസങ്ങളും ഒരു പുരോഗമനത്തിന്റെ മേൽപ്പൊടി ഇട്ടുകൊണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ മറ സ്വീകരിച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളത് എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ആ തിന്മകളെ ന്യായീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ തിന്മകളെ സ്വാഭാവികവൽക്കരിക്കുന്ന, ന്യായീകരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ തിന്മകൾ ഇത്രത്തോളം നമുക്ക് ഒരിക്കലും പരിധി വിട്ടു എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് പോലും എത്താൻ കാരണമായിട്ടുള്ളത്. നാം ചിന്തിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അമുഖമായി എനിക്ക് ഓർമ്മിക്കാനുള്ളത്, ഒന്നാമതായിക്കൊണ്ട് പുതിയ തലമുറ, ന്യൂ ജെൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒരു 95-ന് ശേഷം ജനിച്ച കുട്ടികളെ ആൽഫ ജനറേഷൻ എന്നാണ് പറയാ. 2013 വരെ, 2013 ശേഷം 25 വരെ ജനിച്ച കുട്ടികളെ ജെൻ സി എന്നാണ് പറയാ. ഈ ജെൻ സിയും ആൽഫ ജനറേഷനും ഒക്കെ ഇന്ന് തലമുറകൾ മാറി മാറി വരുമ്പോൾ ഈ തലമുറ ഭയങ്കരമായ പ്രശ്നമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കുട്ടികൾക്ക് വളരുന്ന പ്രായത്തിൽ അവർക്ക് നന്മ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ നന്മയിലേക്ക് മാത്രം അവർ വഴി നടത്താൻ ആ വിഷയത്തിൽ എന്തെങ്കിലും പിഴവുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ ഇരിക്കുന്ന രക്ഷിതാക്കളായ നാം എല്ലാവരും ഒന്ന് വിമർശനാത്മകമായിട്ട് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, തിന്മകൾ ഇന്നതൊക്കെയാണ്, ഹറാമുകൾ ഇന്ന കാര്യങ്ങളാണ്, അതിലേക്ക് അടുക്കുവാൻ പോലും നമ്മൾ പാടില്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മൂന്നാമതായിക്കൊണ്ട് ഈ പറഞ്ഞ നന്മയും ഈ പറഞ്ഞ തിന്മയും, നന്മകളിൽ നിങ്ങൾ മത്സരിക്കണം, തിന്മകളോട് അടുക്കുക പോലും ചെയ്യരുത്, അത് എന്തിനാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്കും ഞാനും നിങ്ങളും ഉത്തരം കണ്ടെത്തിയാൽ ഈ സമ്മേളനത്തിന്റെ പ്രമേയം അത് വിജയിച്ചു. സഹോദരങ്ങളെ, നന്മയിൽ മുന്നോട്ട് പോവാൻ, അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെത്താൻ നിങ്ങൾക്ക് കഴിയണമെന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, തിന്മയോട് ഒരു നിലയ്ക്കും നിങ്ങൾ അടുക്കരുത്, അതിനോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കണമെന്ന് നിങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് ലക്ഷ്യം എന്താണെന്ന് അവർ ബോധ്യപ്പെടുത്തണം.